റൂബി ഓട്ടോ ഓടിക്കുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ഞങ്ങളും കണ്ടിട്ടില്ല. അവൾ എന്റെ മോളാ, വേണ്ടി വന്ന പ്ലെയിനും ഓടിക്കും. ഈ റൂബി ആരാണെന്ന് ഞാൻ എല്ലാവർക്കും തെളിയിച്ചു കൊടുക്കും. ആ ബിച്ചുവിന്റെ ധാരണ എനിക്ക് ബൈക്ക് പോലും ജോയിനെ ഓടിക്കാൻ അറിയില്ലെന്ന. ഇന്ന് ഞാൻ എല്ലാവരും ഒന്ന് ഞെട്ടിക്കും. എന്റെ കൂട്ടുകാരികൾ വന്നിട്ട് ഒന്ന് ഒറിയോ ബിസ്ക്കറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് ആ ബിച്ചു കേട്ടില്ല. അവന്റെ വിചാരം അവന് മാത്രം ഡ്രൈവിംഗ് അറിയുള്ളൂ എന്ന്. ഈ റൂബിയോടാ കളി. അഹാനയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? ചേട്ടന്മാരാരെങ്കിലും ഉണ്ടോ? എനിക്കൊരു ചേട്ടനുണ്ട്, പോലീസിലാ. പേര് അനിൽ. എന്ത് കുഴിയിലോ? ഇവന്റെ ഒരു കാര്യം. എന്താ മോളെ പേര് പറഞ്ഞത്? അനിൽ. ചേട്ടൻ ഭയങ്കര ഇടിയാ പോലീസിൽ. അതിപ്പോ ഇവിടെ ആരാ ചോദിച്ചേ? സമയം ഒരുപാടായല്ലോ. അഹാന ഇപ്പൊ എന്നെ കാണാതെ വിഷമിക്കുന്നുണ്ടാവും. അതിനെങ്ങനെയാ ഈ റോഡിലെ കുണ്ടും കുഴിയും കാരണം വേഗം പോവാൻ പറ്റണ്ടേ? എന്നാലും സാരില്ല, ബിച്ചുവിന് ഒരു പാഠം പഠിപ്പിക്കാൻ പറ്റിയല്ലോ. അവന്റെ വിചാരം അവന് മാത്രമേ ഈ കടയിലൊക്കെ പോയി സാധനങ്ങൾ വാങ്ങാൻ പറ്റുള്ളൂ എന്നോ. സാധാരണ ഈ വീട്ടിലേക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും ഞാൻ പോയി വാങ്ങിക്കാറാ പതിവ്. ഇന്നിപ്പോ റൂബി പോയിട്ട് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൾക്കൊന്നാമത് ഒരു ബൈക്ക് പോലും ഓടിക്കാൻ അറിയത്തില്ല. എടാ ബിച്ചു, നീ എന്തിനാ ആ റൂബിയെ വെറുതെ താഴ്ത്തിക്കെട്ടുന്നേ? ഒന്നും മിണ്ടാതിരിക്കും ചിറ്റപ്പ. നമ്മൾ ആണുങ്ങളുടെ മാനം കളയാതിരിക്കാനാ ഞാൻ ഇതൊക്കെ പറയുന്നേ. റൂബിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം മോളെ, ഇപ്പം വെറുതെ പറയുന്നതാ. ആ എനിക്കും തോന്നി ഈ ബിച്ചുവിന് കുറച്ച് കൂടുതലാ. അതെ, റൂബി വരുന്നുണ്ടല്ലോ. ചിറ്റപ്പോ, നമ്മൾ ബിൽഡപ്പ് കൊടുത്തതൊക്കെ വെറുതെ ആയെന്നാ തോന്നുന്നേ. ആ റൂബിയുടെ ഓറിയോ ബിസ്ക്കറ്റൊക്കെ മേടിച്ചു വരുന്നുണ്ട്. സാരമില്ല മോനെ, നമുക്ക് മൈൻഡ് ചെയ്യാതെ നിൽക്കാം. അപ്പൊ അവള് ചമ്മിപ്പോക്കോളും. അതെ അതെ, അത് തന്നെയാ വേണ്ടത്. നമ്മൾ മൈൻഡ് ചെയ്താ അവർക്ക് അഹങ്കാരം കൂടും. നിങ്ങൾ വരട്ടെ. ഹായ് അഹാന, കാത്തിരുന്ന് മുഷിഞ്ഞോ? ഏയ്, ഇവിടെ നിന്റെ കസിൻ ബിച്ചു ഉള്ളതുകൊണ്ട് സമയം പോയത് അറിഞ്ഞതേ ഇല്ല. മോനെ ബിച്ചു, ആഹാര നിന്നെ പൊക്കി പറയുന്നുണ്ട്. നീ അതൊന്നും മൈൻഡ് ചെയ്യരുത്. പിടിച്ച പിടിയാലെ ഇവിടെ നിക്കണം. ഇവൻ എവിടെ പോയി? ബിച്ചു, നീ എവിടൊക്കെ പോകുന്നേ? അത് പിന്നെ ചിറ്റപ്പ, ഈ ഓറിയോ ബിസ്ക്കറ്റും കിറ്റ്കാറ്റും ഒക്കെ ആരാ എടുത്തു വെക്കുക? റൂബി, ഇത് നല്ല കിറ്റ്കാറ്റാണോ? ഇയാൾ എന്തിനാ അതൊക്കെ അന്വേഷിക്കുന്നേ? കൊണ്ടുവരാൻ അറിയാമെങ്കിൽ എനിക്ക് എടുത്തു വെക്കാനും അറിയാം. ചുമ്മാ റൂബി, ആ കൊച്ചു കേക്കില്ലേ? കേൾക്കട്ടെ, അവൾ എന്റെ കൂട്ടുകാരിയല്ലേ. കേട്ടോ അഹാനെ, ഈ മിഠായി ഒക്കെ കണ്ടപ്പോ ബിച്ചു വന്നേക്കുന്നു. ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വന്നപ്പോഴേക്കും ഞാൻ പോകുക. ചിറ്റപ്പ, നീ ഇങ്ങ് വാടാ മോനെ. ഞാൻ പറഞ്ഞതല്ലേ അവരുടെ പഞ്ചാര വർത്താനം ഒന്നും കേട്ട് പോകാൻ നിൽക്കണ്ട, നാണം കേടുവന്ന്. ശരിയാ, ഇനി എന്റെ പട്ടി പോകും. ബിച്ചു, ഓ എന്താ അഹാനെ, എന്നെ വിളിച്ചോ? ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതല്ലേ, വിളിച്ചാ വരുമെന്നറിയാൻ. അത് പിന്നെ അഹാന വിളിച്ചാ ഞാൻ എവിടേക്കും വരും. ഓ, ഇങ്ങനെ അതപ്പതിക്കല്ലേ ബിച്ചു, നീ ഒരു ആൺകുട്ടിയല്ലേ. ഓ സാരല്ലേ ചിറ്റപ്പ, ഞാനല്ലാതെ ഇതൊക്കെ ചെയ്തു കൊടുക്കാൻ ഇവർക്ക് പിന്നെ ആരാ ഉള്ളേ? ഞങ്ങൾക്ക് ആരുടെ ആവശ്യമില്ല, ഞങ്ങൾക്ക് ഒറ്റക്ക് അറിയാതൊക്കെ ഇറക്കാൻ. വലിഞ്ഞു കയറി വന്നേക്കുവാ ശുംഭൻ. ശുംഭനോ? എന്താ റൂബി നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? മര്യാദക്ക് ചിറ്റപ്പൻ പറഞ്ഞത് കേട്ട് മൈൻഡ് ചെയ്യാതെ അവിടെ നിന്നാ മതിയായിരുന്നു. മാറി നിൽക്ക് ശുംഭ, ഞാൻ ഓട്ടോ പിറകോട്ട് എടുക്കാൻ പോവാ. ഓ ഇപ്പൊ തന്നെ എന്റെ കാലവ കൂടി കയറ്റിയാണ്. ചിറ്റപ്പൻ പറഞ്ഞത് ശരിയാ, ഇവരെല്ലാരും കൂടി എന്നെ ആക്കി വിട്ടു ചിറ്റപ്പ. നന്നായി പോയി, സഹിച്ചോ? എന്താ ബിജു, വിഷമത്തിലാണോ? അങ്ങനെയൊന്നുമില്ല ചിറ്റപ്പോ, നമുക്കിതിനൊരു പ്രതികാരം ചെയ്യണം. അതെ അതെ, ഇനി അവരെന്തെങ്കിലും ആവശ്യത്തിന് നമ്മളെ വിളിച്ചാ നമ്മൾ ഇവിടെ ഉണ്ടാവരുത്. നമുക്ക് വേഗം ഇവിടുന്ന് സ്ഥലം കാര്യാക്കണം. അഹാന വായോ, നമുക്ക് അവിടെ ഇരിക്കാം. അപ്പോഴേക്കും അമ്മ ഒറിയോ കൊണ്ട് ഷേക്ക് ഉണ്ടാക്കും. അമ്മയുടെ ഷേക്ക് നീ കഴിച്ചിട്ടില്ലല്ലോ. കിറ്റ്കാറ്റും ഒറിയോ ബിസ്ക്കറ്റും പാലും ഒക്കെ ചേർത്ത് അടിപൊളി ഷേക്കാ. ചുമ്മാതിരി മോളെ. അഹാന ചേച്ചിയുടെ വീട് എവിടെയാ? അഞ്ചങ്ങാടിയിലാ. എന്താ മോളുടെ പേര്? എന്റെ പേര് മിനിക്കുട്ടി. ഇതെന്റെ ആന്റിയുടെ വീടാ. പിച്ചു, നിനക്ക് വേണോ ഷേക്ക്? ചിറ്റപ്പ, ഷേക്ക് വേണോന്ന് ചോദിക്കുന്നു. വേണ്ടാന്ന് പറയടാ മണ്ട. വേണം. ഓ, ഇവനെപ്പോലൊരു മണ്ടൻ നിനക്ക് ഇതുവരെ മതിയായില്ല അല്ലേ? അത് പിന്നെ ചിറ്റപ്പ, ആന്റി ഉണ്ടാക്കുന്ന ഷേക്കിന് ഭയങ്കര ടേസ്റ്റാ. ഞാൻ ഹെൽപ്പ് ചെയ്യണോ ആന്റി? വേണ്ട മോനെ, ആന്റി ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളാം. അതാ നല്ലത്, അല്ലെങ്കിൽ ആ കിറ്റ്കാറ്റ് മൊത്തം ആ കൊതിയൻ തിന്ന് തീർക്കും. ആന്റി ദേ ഇവരോട് മിണ്ടാതിരിക്കാൻ പറ, അല്ലെങ്കിൽ ഞാൻ ഷേക്ക് കുടിക്കില്ല കേട്ടോ. സാരില്ല മോനെ, ഈ പ്രാവശ്യം മോൻ കുടിച്ചില്ലെങ്കിലും ഇവിടെ അഹാന ഉണ്ടല്ലോ, അവള് കുടിച്ചോളൂ. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ. എന്ത് കുന്തം, ഇതെനിക്ക് എപ്പോഴും കിട്ടുന്നതാ. ശരിക്കും നിനക്ക് ഷേക്ക് തരാൻ പാടില്ല. നിന്നോട് ഓറിയോ ബിസ്ക്കറ്റ് വാങ്ങാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ. പാവർ റൂബി അല്ലേ പോയി വാങ്ങിച്ചിട്ട് വന്നത്. അങ്ങനെ പറഞ്ഞു കൊടുക്കമ്മേ.
അത് പിന്നെ ഞാൻ എപ്പോഴും കടയിൽ പോകുന്ന ആളല്ലേ, ഒരു പ്രാവശ്യം റൂബി പോകട്ടെ എന്ന് കരുതി, അതുകൊണ്ടാ. കിക്കാറ്റ് വേണമെങ്കിൽ ഞാൻ പൊളിച്ചിട്ട് തരാട്ടോ ആന്റി. അയ്യോ വേണ്ട, എന്തിനാ വെറുതെ മോന്റെ കൈ ചീത്താക്കുന്നേ? അതൊന്നും സാരില്ല, ഇതൊക്കെ എനിക്ക് ഇഷ്ടമുള്ള കാര്യാ, അതുകൊണ്ട് തന്നെ ആന്റി വേണ്ടാന്ന് പറഞ്ഞത്. അതൊന്നും പറഞ്ഞാൽ ശരിയാവില്ല, ഞാൻ ഈ സ്വിച്ചൊക്കെ അമർത്തി തരാം കേട്ടോ. ഇങ്ങനെ ഒരു മണ്ടൻ ചാറടക്കാതെയാണോ മിക്സി ഓണാക്കുന്നത്? മോനെ ബിച്ചു, എന്താ ചിറ്റപ്പ? ഇങ്ങ് പോര്, വാ. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ, വെറുതെ അവിടെ നിന്ന് അവരുടെ കളിയാക്കൽ ഏറ്റുവാങ്ങണ്ട. നമുക്ക് അഭിമാനമുള്ളതാ, വാ നമുക്ക് എവിടേക്കെങ്കിലും പോകാം. അപ്പോഴേക്കും പോയോ? നിക്കടാ, ഞാനും വരാം. വാ നമുക്ക് എന്റെ കാറിൽ പോകാം. വേണ്ട, എന്റെ ബൈക്കിൽ പോകാം. നിങ്ങൾ എങ്ങോട്ടാ പോകുന്നേ? അപ്പൊ ഷെയ്ക്ക് വേണ്ടേ? വേണ്ട, എന്നെ വേണ്ടാത്തവരുടെ ഷെയ്ക്ക് എനിക്കും വേണ്ട. വാ ചിറ്റപ്പ, നമുക്ക് എവിടേക്കെങ്കിലും പോകാം. മോനെ, നമുക്ക് ഷെയ്ക്ക് കുടിച്ചിട്ട് പോയാ പോരെ? ഓ, മനുഷ്യരെ നാണം കെടുത്താതെ വേഗം കേറി ചിറ്റപ്പ, ഇവിടെ എങ്ങനെയെങ്കിലും പോകണം, അല്ലെങ്കിൽ ആ റൂബി ബാക്കിയുള്ള മാനം കൂടി കളയും. മോനെ ബിച്ചു. ഓ, എന്താ ആന്റി? ഒന്നുമില്ല ആന്റി, ടാറ്റ പറയാൻ വിളിച്ചതാ. ടാറ്റ, സീ യു. ആ, ടാറ്റ ടാറ്റ. വേഗം വിടും മോനെ, ഉള്ള മാനം കൊണ്ട് നമുക്ക് രക്ഷപ്പെടാം. ചിറ്റപ്പന്റെ വാക്ക് കേട്ടിട്ടാ എനിക്ക് ഈ ഗതി വന്നത്. മോനെ, ദേ ഒരു പട്ടി. പട്ടിയോ? എവിടെ? പേടിക്കണ്ട, അത് നമ്മുടെ പുറകിൽ തന്നെയുണ്ട്, വേഗം വിട്ടോ. ഓ, ട്യോ, ട്യോ. ഓ പട്ടി, ഇതെന്താ നമ്മുടെ മുന്നിൽ വന്നത്? ഓ, ഇത് കടിക്കുന്ന തോന്നുന്നേ. കാല് പൊക്കിക്കോ ചിറ്റപ്പ. ഞാൻ എന്തിനാ കാല് പൊക്കുന്നേ? ഓ, നീ വണ്ടി തിരിച്ചപ്പോ അത് എന്റെ പുറകിലായല്ലോ. ഓ, എന്നെ കടിക്കല്ലേ, ഓ പട്ടി. ഠു, ഠു, ഠു. നീ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നോ? ഇതിലിപ്പോ ഏതാ പട്ടിയുടെ കടി കൊള്ളുന്നതായിരുന്നു. ഠു, ഠു, ഠു. ഓ പട്ടി, എന്തിനാ എന്നെ കടിക്കാൻ വരുന്നേ? വേഗം പിടിവിച്ചു. ഓ, ഇപ്പൊ തന്നെ കടി കൊണ്ടാലേ. പട്ടി പോയോ ചിറ്റപ്പ? ആ പട്ടി എന്റെ കാലിന്റെ കഷ്ണം വല്ലത് കടിച്ചുകൊണ്ട് പോയെന്ന് നോക്കട്ടെ. ഓ, എന്റെ ഗോപോളിയാ, ഒന്നും പറയണ്ട. ഈ ചെറുക്കനൊരു പട്ടിയുടെ പുറകെ കൊണ്ടുപോയി. അവനാണെങ്കിൽ മുന്നിലും എന്നെ പിടിച്ച് പുറകിലിരുത്തി. ഓ, എന്റെ കാലിന്റെ കഷ്ണം കടിച്ചോണ്ട് പോയെന്നാ തോന്നുന്നേ. നിങ്ങൾ എന്തിനാ വാശി കയറി കേട്ട് ഇവിടുന്ന് ബിച്ചുവിന്റെ കൂടെ പോവാൻ നിന്നേ? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിച്ചേ? അത് പിന്നെ ഞങ്ങൾ ആണുങ്ങൾ അഭിമാനത്തിന് ക്ഷതമേറ്റ് ഒരു നിമിഷം പോലും നിൽക്കില്ല, അല്ലേ ബിച്ചു? അതെ അതെ, ചിറ്റപ്പന്റെ കാലിന് വല്ല ക്ഷതമേറ്റൊന്ന് നോക്കാം ആന്റി. ആ ക്ഷതത്തിനെ കുറിച്ചല്ലടാ പൊട്ടാ പറഞ്ഞത്. പിന്നെ ഏത് ക്ഷയത്തിനെ കുറിച്ചാ ചിറ്റപ്പൻ പറഞ്ഞത്? നിന്നെ വേണ്ടാത്തവരുടെ ഷെയ്ക്ക് വേണ്ടാന്ന് പറഞ്ഞ് നീ തന്നെയല്ലേ ഇവിടെ നിറങ്ങിയത്. ഇപ്പൊ എനിക്കായോ കുറ്റം? അത് ഞാൻ ഷെയ്ക്ക് കുടിക്കാനുള്ള സ്ട്രോ വാങ്ങാൻ പോയതാ. നീയാള് കൊള്ളാലോ. എന്നിട്ട് സ്ട്രോ എവിടെ? സ്ട്രോ കിട്ടിയില്ല. കിട്ടിയിട്ടും കാര്യമില്ല, ഞങ്ങള് ഷെയ്ക്ക് ആർക്കും തരാൻ പോണില്ല. ഓ, ഈ പിള്ളേരുടെ ഒരു കാര്യം, എത്ര വേണമെങ്കിലും ആന്റി ഉണ്ടാക്കി തരും. രണ്ടുപേരും കൂടി ഷെയർ ചെയ്ത് കുടിക്കുക, അങ്ങനെയല്ലേ കുട്ടികളാവുമ്പോ വേണ്ടത്? അതെ അതെ, ആദ്യം ആഹാനമോള് കഴിക്കട്ടെ. എന്താ മോളെ കുടിക്ക്, എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ, നല്ല ടേസ്റ്റ് ഉണ്ട്. സ്ട്രോ ഇല്ലാത്തോണ്ട് ബിച്ചു കുടിക്കൂലെന്നാ തോന്നുന്നേ. ആര് പറഞ്ഞു? എനിക്ക് സ്ട്രോ ഇല്ലാതെ കുടിക്കുന്നതാ ഇഷ്ടം. ഇങ്ങ് താ ആന്റി. നല്ല ടേസ്റ്റ് ഉണ്ട്. യമ്മി.